ദുബായ് എമിറേറ്റിൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുകയും പുതുക്കുകയൊക്കെ ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഈ വാർത്ത കാണണം. ഡ്രൈവിംഗ് ലൈസൻസുകൾക്ക് നിങ്ങൾക്ക് ഇനി കൂടുതൽ തുക മുടക്കേണ്ടി വരും. ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട ഫീസുകൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് RTA. പുതുതായി ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷ സമർപ്പിക്കുന്നവർ 810 ദിർഹമാണ് RTA നൽകേണ്ടത്. ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് നൽകുന്ന ഫീസുകൾക്ക് പുറമെയാണ് RTA 810 ദിർഹം നൽകേണ്ടത്. ഇതിന്റെ കാറ്റഗറി തിരിച്ചിട്ടുള്ള കണക്ക് കൂടി നമുക്കൊന്ന് നോക്കാം. ബൈക്ക്, 4 വീലർ എന്നിവ പഠിക്കുന്നതിന് 100 ദിർഹമാണ് പെർമിറ്റ് ഫീസ്. ഹെവി വാഹനങ്ങൾക്ക് 200 ദിർഹം നൽകണം. അപേക്ഷകരുടെ പേരിൽ ട്രാഫിക് ഫയൽ തുറക്കാൻ 200 ദിർഹം കൊടുക്കണം. മാർഗനിർദ്ദേശങ്ങൾ അടങ്ങിയ ഒരു ഗൈഡ് ഉണ്ടല്ലോ, അതിന് 50 ദിർഹമാണ് നമ്മൾ നൽകേണ്ടത്. ഐ ടെസ്റ്റിംഗുമായി ബന്ധപ്പെട്ട് കുറഞ്ഞത് 140 ദിർഹവും കൂടിയ റേറ്റ് 180 ദിർഹമാണ് RTA അംഗീകൃത സെന്ററുകൾക്ക് നൽകേണ്ടത്. പിന്നെ അഡീഷണൽ ആയിട്ടൊരു 20 ദിർഹം നൽകണം. 21 വയസ്സ് തികയാത്തവർക്ക് ഡ്രൈവിംഗ് ലൈസൻസിന് 100 ദിർഹമാണ് ഫീസ് കൊടുക്കേണ്ടത്. 21 വയസ്സിന് മുകളിലുള്ളവർക്ക് 300 ദിർഹമാണ് ഡ്രൈവിംഗ് ലൈസൻസിന് നമ്മൾ ഫീസ് കൊടുക്കേണ്ടത്. നിലവിലുള്ള ഓട്ടോമാറ്റിക് ഗിയർ ഡ്രൈവിംഗ് ലൈസൻസ് സാധാരണ ഗിയർ ലൈസൻസ് ആക്കി മാറ്റാൻ 220 ദിർഹം നൽകണം. നിലവിലുള്ള ലൈസൻസിൽ പുതിയ ലൈസൻസ് കൂടി ചേർക്കുന്നതിനും 220 ദിർഹമാണ് ഫീസ്. റോഡ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് 1 വർഷം പിന്നിട്ടിട്ടും ലൈസൻസ് ലഭിക്കാത്തവർ 200 ദിർഹം നൽകി പുതിയ ലേണിംഗ് ഫയൽ തുറക്കണം. പഠിക്കാനുള്ള അപേക്ഷയ്ക്ക് 100 ദിർഹം കൂടി നൽകണം. ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കുകയോ പിടിച്ചെടുക്കുകയോ ചെയ്തവർക്ക് പുതിയ ലൈസൻസിന് 200 ദിർഹമാണ് RTA ടെസ്റ്റ് ഫീസ് നൽകേണ്ടത്. ഫയൽ ഓപ്പൺ 200 ദിർഹം, അപേക്ഷാ ഫോം 100 ദിർഹം എന്നീ ഫീസുകൾ ഈടാക്കും. കൂടാതെ ലൈസൻസ് റദ്ദാക്കുകയോ പിടിച്ചെടുക്കുകയോ ചെയ്തതിന്റെ പേരിൽ 3000 ദിർഹം അധിക നിരക്കും ഈടാക്കും. ഇതടക്കം നിരവധി മാറ്റങ്ങളാണ് ദുബായ് ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട RTA കൊണ്ടുവന്നിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് നൽകുന്ന ഫീസുകൾക്ക് പുറമെയാണ് RTA ഇത്തരം ഫീസുകൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്.